വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സ്ലോവാക്യൻ പ്രധാനമന്ത്രിക്ക് വെടിയേറ്റു. അദ്ദേഹം ഹോസ്പിറ്റലിൽ അപകടനിലയിൽ തുടരുന്നു. അക്രമിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 4 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ സേന ജനസാന്ദ്രമായ പ്രദേശങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. ഫലസ്തീനികൾ ഇന്റർനെറ്റ് ആക്സസ് പോയിന്റിൽ ഒരുമിച്ച് കൂടിയപ്പോഴായിരുന്നു ആക്രമണം. 7 ലക്ഷത്തിലധികം വരുന്ന ഫലസ്തീനികളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് കുടിയിറക്കിയതിന്റെ ഓർമ്മ പുതുക്കി ഫലസ്തീനികൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 76 സെക്കൻഡ് സൈറൻ മുഴക്കിയായിരുന്നു ഫലസ്തീനികൾ നക്ബയുടെ ഓർമ്മ പുതുക്കിയത്. 7.5 ലക്ഷം ജനങ്ങളാണ് അന്ന് ഫലസ്തീനിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത്. ഗസയിൽ പുതിയ ദുരന്തം മരങ്ങേറുന്ന പശ്ചാത്തലത്തിലാണ് നക്ബയുടെ പിന്നിട്ട് 76 വർഷം ഫലസ്തീനികൾ ഓർത്തെടുക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനുവേണ്ടി ബെർലിനിൽ ഒത്തുചേർന്നത്. ഇസ്രായേലിന്റെ ശക്തി പ്രകടനത്തിൽ ഇപ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ടത് 35,000-ലധികം ഫലസ്തീനികളാണ്. ഇതിൽ 15,000-ലധികം കുട്ടികളാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഫലസ്തീനികളുടെ നക്ബയുടെ ഓർമ്മ പുതുക്കൽ. ഗസയിൽ നിന്നും 20 ലക്ഷത്തോളം ജനങ്ങളാണ് കുടിയിറക്കപ്പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 4,50,000-ലധികം ജനങ്ങൾ റഫയിൽ നിന്നും വീണ്ടും കുടിയിറക്കപ്പെട്ടു. 7.5 ലക്ഷത്തിലധികം ആളുകൾ കുടിയിറക്കപ്പെട്ട സംഭവമായിരുന്നു നക്ബ. മടങ്ങി വരാൻ സമ്മതിക്കാത്ത രൂപത്തിലുള്ള ഒരു കുടിയിറക്കലായിരുന്നു അത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ഏകദേശം 6 മില്യൺ ഫലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. ജോർദാനിൽ മാത്രം 2 മില്യൺ അഭയാർത്ഥികളുണ്ട്. ഗസയിലെ മൊത്തം ജനസംഖ്യയുടെ 80% ജനങ്ങളും 1948-ൽ അഭയാർത്ഥികളായവരാണ്. യാത്ര പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ കവിളിൽ നൽകുന്ന ചുംബന ഹൃദയവേദകം. ഇസ്രായേലി വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട റാഷ് ഫാമിലി. നിരവധി പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരുമായ സംസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ. ഗസയിലെ ഈ അഭയാർത്ഥി ക്യാമ്പുകൾ 1948-ൽ നക്ബയുടെ ഫലമായി ഉണ്ടാക്കിയതാണ്. അഭയാർത്ഥികളിൽ നല്ലൊരു ഭാഗവും ഖാൻ യൂനിസിലും ദർ അൽ ബലയിലും ഇപ്പോഴും കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി അനവധി പേരാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇസ്രായേൽ സേന ചവിട്ടി പുറത്താക്കിയ ശേഷം ഈ ടെന്റുകളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. ചരിത്രമുറങ്ങുന്ന ഫലസ്തീനിൽ നിന്നും ജൂതസേന കുടിയൊഴിക്കപ്പെട്ട പലരും ഈ ടെന്റുകളിൽ തന്നെ അവസാനിപ്പിച്ചവരാണ്. 1948-ൽ ആദ്യത്തെ നക്ബയിൽ പുറത്താക്കപ്പെട്ടവർ പിന്നീട് പലതവണ കൂടി പുറത്താക്കപ്പെട്ടു.